ഓരോരോ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാം. ഇനി ഞാനിത് ബ്രെഡ് നമ്മൾ ചെറിയ ബ്രെഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് മുക്കി വാർക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതിന് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ടയാണെങ്കിലും മതി. മുട്ട ഒരു ബൗളിനോട്ട് നമ്മൾ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പാലൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നമ്മളൊരു 2-3 സ്പൂണ് പാലൊഴിക്കുക, ഒത്തിരി പാൽ വേണ്ട. 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇടാം, ഈ മുട്ടയ്ക്കും പാലിനും ഒക്കെ ഒന്ന് ചേരാൻ വേണ്ടി. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മുട്ട നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്, പാലും പഞ്ചസാരയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം, അല്ലെങ്കിൽ പീസായിട്ട് മുട്ട കിടക്കും. ഇനി നമുക്ക് ഓരോരോ പീസ് ബ്രെഡ് എടുത്തിട്ട് നമുക്കൊന്ന് വറുക്കാം. അതിന് മുമ്പിൽ ഞാനൊരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം, ഒഴിക്കണ്ട. മുട്ടയായതും കൊണ്ട് നമ്മൾ ചിലപ്പോൾ താഴെ ഒട്ടിപ്പോവാതെ നമുക്ക് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മുക്കിയിട്ട് ഇങ്ങനെ അങ്ങ് വെക്കണം. ഒരുപാട് നേരം നമ്മൾ മുട്ടയ്ക്കകത്തോട്ട് ഇട്ട് വെക്കല്ലേ, വേഗം 2 സൈഡും മുക്കി നല്ലതുപോലെ ഒന്ന് എടുത്താൽ മതി. ബ്രെഡൊക്കെ നമ്മൾ എന്നും രാവിലെ കഴിക്കുന്നതാണ്. ഇങ്ങനെയൊന്ന് ടേസ്റ്റ് വ്യത്യാസമായിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം തോന്നും നമുക്ക്. 2 സൈഡ് നമ്മൾ മറിച്ചിട്ട് എടുക്കണം. ബ്രെഡ് മറിക്കുന്നതിന് മുമ്പ് ഈ സൈഡിലൊന്ന് നമുക്ക് എണ്ണ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം. ഈ കണക്കിന് ഇരുന്നാൽ മതി, ഒരുപാട് കരിഞ്ഞു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഈ സൈഡും കൂടി ഒന്ന് മൊരിയുന്നവരെ വെക്കാം. നമ്മുടെ ബ്രെഡ് 2 സൈഡും റെഡിയായിട്ട് കാണും. ഇത് റെഡിയായിട്ടുണ്ട്. ഒരു 1-1.5-2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡിയായി കിട്ടും. നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതുപോലെ മുട്ട മുക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫ്രഞ്ച് ടോസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ബ്രെഡ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.